അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ വളരെയേറെ ശ്രേഷ്ഠമാക്കിയ സൂറത്തുകളിൽ ഒന്നാണ് ഇദാ സുൽസിലത്ത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഖിയാമത്ത് നാളിലുള്ള ഭൂമിയുടെ കുലുക്കവും അതുപോലെ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ള എല്ലാം എടുത്ത് പുറത്തിടുന്ന ആ ഒരു ദിവസത്തിൻ്റെ പ്രയാസകരമായ അവസ്ഥയും അതൊക്കെ കാണുന്ന മനുഷ്യൻ വഖാലൽ ഇൻസാനു മാലഹ, എന്തു പറ്റിപ്പോയി എന്ന് ചോദിക്കും. അതേസമയം തന്നെ അന്നത്തെ ദിവസം തന്നെ ഭൂമി അതിൻ്റെ വൃത്താന്തങ്ങളെല്ലാം വിളിച്ചു പറയും. ബി അന്ന റബ്ബക ഔഹാലഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ബോധനം നൽകിയത് പ്രകാരം ഭൂമി ഓരോ കാര്യങ്ങളും മനുഷ്യനെതിരായി വിളിച്ചു പറയുന്ന ഒരു ദിവസം. ആ ദിവസത്തെക്കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന് തുടങ്ങുന്ന സൂറത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തേക്കാണ് ഇനി ചർച്ച വരുന്നത്. ഈ സൂറത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടി ഭൂമി എല്ലാം വിളിച്ചു പറയുന്ന ഒരു ദിവസം. ബി അന്ന റബ്ബക ഔഹാലഹ, അല്ലാഹു തആല ഭൂമിക്ക് അനുമതി നൽകുമ്പോൾ ഭൂമി അതിന്റെ മേലെ മനുഷ്യൻ ചെയ്തു കൂട്ടിയ എല്ലാ അതിക്രമങ്ങളും അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് വിളിച്ചു പറയും. യൗമ ഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും, അന്നേ ദിവസം യൗമ ഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും, മനുഷ്യൻ പല സംഘങ്ങളായി പല കൂട്ടങ്ങളായി പുറപ്പെട്ടു പോകുന്ന ദിവസമാണ്. പല കൂട്ടങ്ങൾ, സ്വർഗത്തിലേക്കുള്ള കൂട്ടം, നരകത്തിലേക്കുള്ള കൂട്ടം, അതുപോലെ തന്നെ പല കൂട്ടം കൂട്ടമായി മനുഷ്യൻ അന്ന് പുറപ്പെടും. എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ പോകുന്നത്? അശ്താതൻ ലിയുറൗ അഅമാലഹും, അവരുടെ അമലുകൾ കാണാൻ വേണ്ടി. അവർ ദുനിയാവിൽ ചെയ്തതൊക്കെ എന്തായിരുന്നു എന്ന് കാണുന്നതിന് വേണ്ടി മനുഷ്യൻ കൂട്ടം കൂട്ടമായി പുറപ്പെടുന്ന ദിവസം. അവർക്ക് കാണിച്ചു കൊടുക്കാൻ, നിങ്ങൾ എന്താണ് ദുനിയാവിൽ ചെയ്തു വെച്ചത്, നിങ്ങൾ ദുനിയാവിൽ നിങ്ങളുടെ ആയുസ് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്നൊക്കെ എന്താ കണ്ടോളൂ, നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ ജീവിതം ഇതാ കാണിക്കാൻ വേണ്ടി അല്ലാഹു തആല ഖബറുകളിൽ നിന്ന് മനുഷ്യരെ കൂട്ടം കൂട്ടമായി അവന്റെ അമലുകൾ കാണിക്കാൻ, ലിയുറൗ അഅമാലഹും, ദുനിയാവിൽ ചെയ്ത എല്ലാ അമലുകളും കാണിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഖിയാമത്തിന്റെ ദിവസം. എന്തെല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ധാരാളം സ്വഹാബിമാരുടെ മാത്രം ചരിത്രം പറയാനുണ്ട്. പടച്ചവനെ, ഇതെല്ലാം കാണിക്കപ്പെടുമല്ലോ, ദുനിയാവിൽ ചെയ്തു വെച്ചതെല്ലാം, മനുഷ്യന്റെ ഓരോ സെക്കൻഡുകളും ഓരോ നന്മകളും എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ കാണിക്കപ്പെടുമല്ലോ. ലിയുറൗ അഅമാലഹും, ആ സമയത്ത് മഹാന്മാരായ മുഫസ്സിറുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അന്നത്തെ ദിവസം വിലപിക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാവുകയില്ല. മനുഷ്യന്റെ അമലുകൾ കാണിക്കപ്പെടുന്ന ദിവസം, ലിയുറൗ അഅമാലഹും, മനുഷ്യന്റെ അമലുകൾ കാണിക്കപ്പെടുന്ന ആ ദിവസം ഉണ്ടല്ലോ, യൗമ ഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും, അന്നത്തെ ദിവസം വിലപിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല. വിജയിച്ചവനാകട്ടെ പരാജയപ്പെട്ടവനാകട്ടെ എല്ലാവരും അന്നത്തെ ദിവസം വിരൽ കടിക്കും. എന്തിനാണ് വിജയിച്ചയാള് പ്രയാസപ്പെടുന്നത്? മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുകയാണ്, സ്വർഗം കിട്ടിയ ആൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? അള്ളാഹു അനുഗ്രഹിച്ച് പ്രതിഫലം കിട്ടിയ ആൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? അവൻ ചിന്തിക്കും, എന്റെ ശരീരമേ, നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാമായിരുന്നല്ലോ, ദുനിയാവിൽ നിനക്ക് കൂടുതൽ അമൽ ചെയ്യാമായിരുന്നല്ലോ എന്ന് വിലപിക്കാത്ത ഒരു മനുഷ്യനും നാളെ മഹ്ശറയിൽ ഉണ്ടാവുകയില്ല. എനിക്ക് കൂടുതൽ ചെയ്യാമായിരുന്നല്ലോ, എത്ര അവസരം ഉണ്ടായിരുന്നു, സുന്നത്ത് നിസ്കരിക്കാൻ, തസ്ബീഹ് ചൊല്ലാൻ, ദിക്റ് ചൊല്ലാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ, ഖൈറാത്തുകൾ ചെയ്യാൻ, കേൾക്കാൻ, പഠിക്കാൻ, അറിയാൻ, എത്രയെല്ലാം അവസരമുണ്ടായിരുന്നു, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. സ്വർഗത്തിലെത്തുമ്പോൾ നമ്മളെക്കാൾ മറ്റുള്ള ആളുകൾ കൂടുതൽ കൂലി വാങ്ങുന്നത് കാണുമ്പോൾ നിനക്കും അത് പറ്റുമായിരുന്നല്ലോ, എനിക്കും അത് പറ്റുമായിരുന്നല്ലോ എന്ന ചിന്ത കൊണ്ട് മനുഷ്യൻ അവിടെ നിന്ന് വിലപിക്കും എന്നാണ്. എനിക്കും പറ്റുമായിരുന്നു അതുപോലൊക്കെ കൂലി വാങ്ങാൻ, പക്ഷേ ഞാൻ അതിന് ദുനിയാവിൽ പരിശ്രമിച്ചിട്ടില്ല. അവിടെയും വെച്ച് മനുഷ്യൻ അള്ളാഹുവിനോട് ചോദിക്കും, ദുനിയാവിലേക്ക് എന്നെ ഒന്ന് തിരിച്ചു പറഞ്ഞയക്കാമോ, എന്നാൽ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് വലിയ കൂലി കരസ്ഥമാക്കിക്കൊള്ളാം. അവിടെ വെച്ച് നരകവാസിയായ, അള്ളാഹു അതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ,
നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനും അവിടെ വെച്ച് വിലപിക്കുമെന്നാണ്. ലിയുറവ്വ അഅ്മാലഹും, അവന്റെ അമലുകൾ കാണുന്ന സമയത്ത് പടച്ചവനെ ഇതൊക്കെ എനിക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ. നഫ്സി നഫ്സി എന്ന് വിളിച്ചുകൊണ്ട് അവൻ വിലപിക്കും, ഇതൊക്കെ എനിക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ, ഞാനൊന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഹറാമിൽ നിന്നൊക്കെ എനിക്ക് മാറി നിൽക്കാമായിരുന്നല്ലോ. എന്തൊക്കെയാണ് റബ്ബേ ഞാൻ ദുനിയാവിൽ കാണിച്ചു കൂട്ടിയത്, അതെല്ലാം ഇവിടെ കാണിക്കപ്പെടുകയാണല്ലോ. കാണിക്കുമെന്ന് ഖുർആൻ. ഓരോ മനുഷ്യനും അവൻ ചെയ്തതെല്ലാം അവിടെ കണ്ടുമുട്ടുന്നൊരു ദിവസം വരും. അപ്പോൾ പ്രയാസം അനുഭവിച്ച് അദാബിലായ മനുഷ്യനും വിഷമിക്കും. അവനും വിചാരിക്കും, റബ്ബേ ഞാൻ ദുനിയാവിൽ ഒന്ന് ശ്രദ്ധിച്ച് ജീവിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നല്ലോ. എന്ന് മാത്രല്ല, ഈ തെറ്റുകളൊക്കെ ഒന്ന് ലഘൂകരിച്ച് ചെയ്തിരുന്നെങ്കിൽ പോലും ഇത്രയേറെ അദാബ് സഹിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ഞാൻ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഇതെല്ലാം സഹിക്കേണ്ടി വന്നത്. പരിശുദ്ധമായ ഖുർആനിലെ ഒരുപാട് മഹാന്മാരെ കരയിപ്പിച്ച ആയത്താണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്ന് പറഞ്ഞാൽ ആര് ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തുവോ യറഹു, അതിനെ അവൻ അവിടെ കാണുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. തൊട്ടടുത്ത ആയത്തും വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരുമിച്ച് ഓതുമ്പോൾ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഷർറായ തിന്മയായ ഒരു കാര്യം, ഒരു അണുമണിത്തൂക്കം ദുനിയാവിൽ ചെയ്തോ അതിനെ നാളെ അവൻ അവിടെ കാണുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തുകൾ, ഈ അണുമണിത്തൂക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാരായ മുഫസ്സിറുകൾ അതിന്റെ വ്യാഖ്യാനം പറഞ്ഞത് കാണാം. നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അണുമണിത്തൂക്കം നന്മ ചെയ്താൽ അതിന്റെ കൂലി കിട്ടും. എന്താണ് ഈ ആയത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം? ഖുറൈശികളിൽപ്പെട്ട, അല്ലെങ്കിൽ മക്കയിലുണ്ടായിരുന്ന ആളുകളിൽപ്പെട്ടവർ, അല്ലെങ്കിൽ മദീനയിൽ ഇത് അവതരിക്കുന്ന കാലത്തുണ്ടായിരുന്ന ആളുകൾ പലരും ചിന്തിക്കുമായിരുന്നു, വലിയ വലിയ അമല് ചെയ്താലേ അള്ളാഹു കൂലി തരൂ, ചെറിയ അമലൊന്നും ചെയ്താൽ അള്ളാഹു കൂലി തരില്ല. ഒരു 10 രൂപക്ക് സദക്ക കൊടുത്താൽ എന്ത് കൂലി കിട്ടാനാണ് എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചിന്തിക്കും. അല്ലെങ്കിൽ ഒരു സുന്നത്ത് നോമ്പൊക്കെ പിടിച്ചാൽ എന്ത് കൂലി കിട്ടാനാണ്, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ എന്ത് കൂലി കിട്ടാനാണ്. ഒരാൾ വീടിന്റെ മുമ്പിൽ വന്ന് സദക്ക ചോദിക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒരു ഈത്തപ്പഴം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് മടക്കി അയച്ച സംഭവങ്ങൾ കാണാം. അതിൻ്റെയൊക്കെ കാരണം പലരും വിചാരിച്ചത് നിസ്സാരമായ കാര്യമൊക്കെ ചെയ്താൽ നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒന്നും കിട്ടാനില്ല, വലിയ വലിയ സദക്ക ചെയ്യുന്ന ആളുകൾക്കാണ് കൂലി കിട്ടുക. അപ്പോൾ ഉളിഹത്ത് പറഞ്ഞാൽ വലിയ പോത്തിനെ വാങ്ങി ഇറക്കുന്ന ആളിനാണ് കൂലി കിട്ടുക, നമ്മളൊക്കെ ഈ ഷെയർ ചേർന്നാലോ ആടിനെ ഇറത്താലോ ഒന്നും കൂലി കിട്ടൂല എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും. അതുപോലെ തിരിച്ചും വിചാരിച്ചു, ഈ ചെറിയ തെറ്റൊക്കെ ചെയ്താൽ, ഈ ചെറിയ ചെറിയ തെറ്റൊക്കെ ചെയ്താൽ നാളെ അള്ളാഹു തആല ശിക്ഷിക്കുകയില്ല എന്ന് വിചാരിച്ച ആളുകളുണ്ട്. ഞാൻ മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതൊക്കെ വളരെ ചെറുതാണ് എന്ന് നിസ്സാരമാക്കി കാണുന്ന ആളുകളുണ്ട്. ഈ ആയത്തുകൾ പഠിപ്പിക്കുന്നത് അതിനെതിരാണ്. എത്ര നിസ്സാരമാണെങ്കിലും ഒരു നന്മ, അതൊരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ കിട്ടുന്ന അവസരമായിക്കോട്ടെ, ഒരു അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കിട്ടുന്ന അവസരമായിക്കോട്ടെ, അത് വെറുതെ ആവില്ല. എത്ര നിസ്സാരമാണെങ്കിലും തിന്മ, അതിനെ കണ്ടുമുട്ടാത്തൊരു ദിവസം വരികയില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആയത്ത് അവതരിക്കുന്ന രംഗം മഹാന്മാരായ മുഫസ്സിറുകൾ പറയുകയാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ബൈനമാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യഅകുലു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സിദ്ദീഖുൽ അക്ബർ തങ്ങളും ഞങ്ങളും കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ومن يعمل مثقال ذرة خيرا يرى إذا نزلت عليه فمن يعمل مثقال ذرة خيرا يرى. ഉടനെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അവിടെ വെച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലേ, ഈ ചെറിയ ചെറിയ അമലുകൾക്ക് പോലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ കണക്ക് പറയേണ്ടി വരുമോ നബിയെ? വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് ഇദാ നസലത് ഹാദിഹിൽ ആയ ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. മഹാനരായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫബക്കാ, ബഹുമാനപ്പെട്ടവർ കരഞ്ഞു.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തിനാണ് സിദ്ദീഖെ കരയുന്നത്? ഉടനെ പറഞ്ഞു, നബിയെ, ആ ആയത്തുകൾ എന്നെ കരയിപ്പിക്കുന്നു എന്ന് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ആയത്തുകൾ എന്നെ കരയിപ്പിക്കുകയാണ് നബിയെ, എന്റെ കൽബിൽ വല്ലാത്ത ചിന്തകൾ ഇട്ടുതരുന്നു എന്ന് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവിടുന്ന് ഹബീബായ നബി തങ്ങൾ സാന്ത്വനപ്പെടുത്തുകയാണ്. സിദ്ദീഖെ, ഷെറ് മാത്രമല്ല കാണുമെന്ന് പറഞ്ഞത്. അവസാനിപ്പിച്ച് ഓതി നിർത്തിയത് അങ്ങനെയാണല്ലോ, ഷർറയ്യറ എന്നല്ലേ പറഞ്ഞ, ഷർറൻ യറാ. അണുമണിത്തൂക്കം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു കാണുമെന്നല്ലേ പറഞ്ഞു നിർത്തിയത്. അത് മാത്രമല്ലല്ലോ, നന്മ ചെയ്താലും കാണുമെന്നല്ലേ സിദ്ദീഖെ പറഞ്ഞത്. അല്ലാഹു വലിയ ഔദാര്യവാനാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് റളിയല്ലാഹുവിനെ സാന്ത്വനപ്പെടുത്തുകയാണ്. പ്രയാസപ്പെടല്ലേ സിദ്ദീഖെ, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെടുമെന്നും അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുക എന്നും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ആയത്ത് അവതരിച്ച രംഗമാണത്. ആ ആയത്ത് അവതരിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിലാണ്. ആയത്ത് അവതരിച്ച ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയാൻ തുടങ്ങിയെന്നാണ്. ഇതെന്തൊരു വചനമാണ് നബിയെ, എത്ര വലിയ അർത്ഥഗർഭമായ അവതരണമാണ് എന്ന് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അണുമണിത്തൂക്കം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഒരു ചെറിയ പ്രാണി ത്രാസിലൊക്കെ പിടിച്ചു വെച്ചാൽ അതിന് പ്രത്യേകിച്ച് തൂക്കമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചെറിയ പ്രാണി, ഉറുമ്പിനെ പോലെ ഈ വെട്ടത്തൊക്കെ പറന്നു നടക്കുന്ന ഒരു പ്രാണി ഉണ്ടല്ലോ, അതിനെ പിടിച്ചൊരു ത്രാസിൽ വെച്ചാൽ അതിന് പ്രത്യേകിച്ച് തൂക്കമൊന്നും ഉണ്ടാവുകയില്ല. അതാണ് എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. അല്ല, നല്ല പ്രകാശം വരുമ്പോൾ, സൂര്യപ്രകാശം ഇതിലെ കടന്നു പോകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് നോക്കിയാൽ അതിൽ ചെറിയ പൊടികൾ കാണാം. ആ പൊടികൾ, ആ പ്രകാശത്തിന്റെ സമയത്ത്, പ്രകാശം പോകുന്ന സമയത്ത് കാണുന്ന ചെറിയ പൊടികൾ ഉണ്ടല്ലോ, ആ സമയത്ത് മാത്രം നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന അത്ര നിസ്സാരമായ പൊടികൾ, ആ പൊടികൾ അത്രത്തോളം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചത് എന്ന് മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം. ചുരുക്കത്തിൽ വളരെ തുച്ഛമായ, അല്ലെങ്കിൽ ഒരു ഗ്രാമോ ഒരു തൂക്കമോ ഒന്നും പറയാൻ പറ്റാത്ത അത്ര ചെറിയ നന്മകൾ പോലും, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഈ ആയത്ത് എപ്പോഴും നമ്മുടെ കൽബിൽ വേണം. ഒരു ചെറിയ നന്മയാണോ നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, ആ നന്മ കാരണം നമ്മൾ സ്വർഗത്തിലെത്തും. ഒരു ചെറിയ തിന്മയാണോ നമ്മിൽ നിന്ന് വന്നുപോയത്, അത് കാരണം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ചെന്നു നിൽക്കേണ്ട ഒരു ദിവസം വരും. അള്ളാഹു അന്നത്തെ ദിവസം നമ്മെ എല്ലാവരെയും സലാമത്താക്കി തരുമാറാകട്ടെ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നു. ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഈ സൂറത്ത് ഇങ്ങനെ ഓതുകയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഓതിയപ്പോൾ ആ അറാബിയായ മനുഷ്യൻ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് വിളിച്ചു. ഈ ആയത്ത് കേട്ടിട്ട് ഇങ്ങനെ പേടിച്ചിട്ട്, അള്ളാഹുവിന്റെ മുമ്പിൽ ഇതൊക്കെ കാണേണ്ടി വരുമല്ലോ, എന്റെ നാശമേ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് വിളിച്ചുകൊണ്ട് ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ. അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ചെയ്തതൊക്കെ കാണിക്കപ്പെടുന്ന ഒരു ദിവസം വരുമല്ലോ. ഉടനെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ അറാബിയുടെ ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ ആയത്തൊരു വലിയ പ്രാധാന്യമുള്ള ആയത്താണ്. മഹാന്മാരായ മുൻഗാമികൾ രേഖപ്പെടുത്തിയത് കാണാം. പരിശുദ്ധമായ ഖുർആനിലെ വളരെയേറെ അർത്ഥഗർഭമായ രണ്ടായത്തുകളാണ് ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആ രണ്ടായത്തുകളുടെ ആഴവും അർത്ഥവും വലുതാണ്. അത് മനസ്സിലാക്കിയവന് ഈമാൻ ഉണ്ടായി, അത് കിട്ടിയവന് ഇഖ്ലാസും തൗബയും തഖ്വയും ഒക്കെ ഉണ്ടായി. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ മനുഷ്യന് ഈമാൻ ഉണ്ടായി എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബി തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നു. ഹബീബായ നബി തങ്ങളോട് പറഞ്ഞു, എനിക്ക് അവിടുന്ന് എന്തെങ്കിലും പഠിപ്പിച്ചു തരണം. മുസ്തഫായ നബി തങ്ങൾ ഇദാ സുൽസിലത്ത് ഓതിയിട്ട് അവസാനം എത്തിയപ്പോൾ പറഞ്ഞു, ഹസ്ബി, എനിക്കിത് മതി, ഇത് മതി, ഇത് മതി, ഇത്രയും മതി, ഇത് കേട്ടാൽ. അത്ര കേട്ടപ്പോൾ തന്നെ പറഞ്ഞു, ഇത് മതി, ഇനി എനിക്കൊന്നും കേൾക്കണ്ട റബ്ബേ, എനിക്ക് ഇത്ര കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അയാളുടെ കൽബിൽ ഈമാൻ ഉണ്ടായി.
അപ്പൊ ഈ ആയത്ത് നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കാനുള്ളതാണ്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ പലർക്കും ഓതിക്കൊടുത്ത നേരത്ത് പൊട്ടിക്കരഞ്ഞ ആളുകൾ, പ്രയാസപ്പെട്ട ആളുകൾ, ചിന്തിച്ചുകൊണ്ട് അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് പാതിരാവിൽ കരഞ്ഞ ആളുകൾ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിന്റെ വിശദീകരണം ഹാഫിദ് സുയൂത്തി റളിയല്ലാഹു അൻഹു ഒക്കെ എഴുതിയത് ധാരാളം വായിക്കാനുണ്ട്. കരഞ്ഞ ഓരോ സ്വഹാബിമാരുടെയും ഘട്ടങ്ങളെ കുറിച്ച്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇങ്ങോട്ട് ഓരോരുത്തരും നബി തങ്ങളുടെ മുന്നിലിരുന്ന് ഈ ആയത്ത് കേട്ടിട്ട് കരഞ്ഞ രംഗങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം ഇതാണ്: ഒരു ചെറിയ നന്മ ഒരാൾ ചെയ്താൽ അത് കണ്ടുമുട്ടുന്ന ഒരു ദിവസം വരും. അല്ലാഹു തആല അത് നമ്മുടെ കൺമുന്നിൽ കാണിച്ചു തരുന്ന ഒരു ദിവസം. അതുപോലെ തിന്മയാണോ വന്നത് അതും കാണിച്ചു തരുന്ന ഒരു ദിവസം. ആ ദിവസമുള്ള ആകെയുള്ള ഒരു പ്രതീക്ഷ അള്ളാഹുവിന്റെ കാരുണ്യമാണ്. പരിശുദ്ധ ഖുർആൻ വിവിധയിടങ്ങളിൽ പറഞ്ഞതുപോലെ നന്മയും തിന്മയും കാണുന്ന സമയത്ത് മനുഷ്യൻ വിലപിക്കും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ ചിലർക്ക് അവന്റെ ഔദാര്യം കൊണ്ട് പുറത്തു കൊടുക്കും അന്നത്തെ ദിവസം. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഈ സൂറത്ത് പഠിച്ച ബറക്കത്ത് കൊണ്ട് ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു ചിലർക്ക് അന്നത്തെ ദിവസം പുറത്തു കൊടുക്കും. ആ തിന്മയൊക്കെ കണ്ടിട്ട് ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് അതിനോട് ചേർത്തൊരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചെറിയ നന്മകൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസാണല്ലോ, നിങ്ങൾ നരകത്തിൽ നിന്നൊരു കാരക്ക ചീളുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ കലിമത്തൻ തയ്യിബ, അല്ലെങ്കിൽ ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ കാരക്ക എന്ന് പറയുന്ന സാധനം അറബ് നാട്ടിൽ സുലഭമായ സാധനമാണ്, കിട്ടാത്ത സാധനമൊന്നുമല്ല, എല്ലാവർക്കും കിട്ടുന്ന സാധനമാണ്. അതിന്റെ ഒരു ചീളെങ്കിലും സദഖ ചെയ്തിട്ട് നിങ്ങൾ നരകത്തെ സൂക്ഷിക്കൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം ചരിത്രങ്ങൾ. സയ്യിദത്തുനാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞു. കഴിക്കാനൊന്നും ആ വീട്ടിൽ ബാക്കിയില്ല, ഒരു കാരക്കയുള്ളൂ. ആ കാരക്ക എടുത്ത് കൊടുത്തപ്പോൾ പരിചാരകയായ സ്ത്രീ ചോദിച്ചു, എന്താണ് അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഉടനെ പറഞ്ഞു, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും തരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന് നിൽക്കൂ. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, എനിക്കൊന്ന് തരൂ, ഞാൻ ഇയാൾക്ക് സദഖ കൊടുക്കട്ടെ, പിന്നെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സദഖ കൊടുത്തു. ശേഷം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് അത്ര തിടുക്കപ്പെട്ട് ചെയ്യാനുള്ള കാരണം? പറഞ്ഞു, ഖൈർ ചെയ്യാൻ അള്ളാഹു ഒരു അവസരം തന്നാൽ അപ്പം ചെയ്യണം. ഒന്ന്. രണ്ടാമത്, എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുമ്പിൽ എൻ്റെ അമലുകൾ കാണിക്കപ്പെടുന്ന ഒരു ദിവസം വരുമല്ലോ. അപ്പൊ നിസാരമായ അമല് പോലും സ്വഹാബത്ത് വലിയ വലിപ്പത്തോടു കൂടിയാണ് ചെയ്തിരുന്നത്. അപ്പൊ എത്ര ചെറിയ അമല് ചെയ്താലും, എത്ര നിസാരമായ അമല് ചെയ്താൽ, നമുക്ക് ചിലപ്പോൾ നിസാരമായിട്ട് തോന്നും പലതും, പക്ഷേ അതിനൊക്കെ കിട്ടുന്ന പ്രതിഫലം വലുതാണ്. അതെല്ലാം കാണിക്കപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തതെല്ലാം നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു ദിവസം, അതിന് രക്ഷയും ശിക്ഷയും കിട്ടുന്ന ഒരു ദിവസം. അത് ചെറിയ ഒരു നന്മയാണെങ്കിലും ചെറിയ ഒരു തിന്മയാണെങ്കിലും. ചുരുക്കത്തിൽ ഒരു നന്മയെയും നിസാരപ്പെടുത്തരുത്, ഒരു തിന്മയെയും നിസാരമായി കാണരുത്. കഴിയാവുന്നത്ര നന്മകൾ ചെയ്യുക, കഴിയാവുന്നത്ര തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിന് തഖ്വയുള്ളവരായി ജീവിക്കുക. അള്ളാഹു നമ്മുടെ അമലുകൾ കണ്ടുമുട്ടുന്ന ആ ദിവസം നല്ല ദിവസമാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ എല്ലാ വിധത്തിലുമുള്ള പാപങ്ങൾ പുറത്തു നൽകണം. റഹ്മാനെ, നിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഞങ്ങൾ പഠിച്ച ഈ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു. അള്ളാഹുവെ, യൗമഇദി യസ്ദുറുന്നാസു അശ്താത്തൻ ലിയുറവു അഅ്മാലഹും, ഞങ്ങളുടെ അമലുകളൊക്കെ കണ്ടുമുട്ടുന്നൊരു ദിവസം വരാനുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പടച്ചവനെ, ഞങ്ങൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതും നിന്റെ ഖുർആൻ പഠിച്ചതും അതിനുവേണ്ടി ചെറിയ സമയം ചെലവഴിച്ചതും എല്ലാം അള്ളാഹുവെ നാളെ നന്നായി കണ്ടുമുട്ടുന്ന സാഹചര്യം ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങൾക്കൊരുപാട് നന്മകൾ ചെയ്യാൻ നീ ഞങ്ങളുടെ ആയുസ്സിൽ തൗഫീഖ് ചെയ്യണേ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ ഈമാൻ കൽബിൽ പ്രവേശിച്ചവരെ പോലെ അള്ളാഹുവിനെ ഭയപ്പെടുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങൾ നിസ്കാരങ്ങളിലോ അല്ലാത്തപ്പോഴോ ഇതൊക്കെ ഓതുന്ന സമയത്ത് അള്ളാഹുവെ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിക്കുന്ന
ജീവിക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഈമാൻ നീ വളർത്തിത്തരണേ അല്ലാ. പരിപൂർണ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാ. ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. നിന്റെ പരിശുദ്ധ ഖുർആനിൽ നിന്നൊരു സൂറത്ത് കൂടി ഞങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വീഴ്ചകൾ ഉണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖുർആനിനെ കൂടുതൽ അറിയാനും പഠിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഉമ്മമാരുടെ എല്ലാം ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.